വെൽക്കം ഡിയേഴ്സ്. എല്ലാവരും വിൻ്റർ സീസൺ ആയതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ, പ്ലം കേക്ക്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടി കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? അങ്ങനെയുള്ളവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ സബ് ചെയ്യുകയും പിന്നെ ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഇനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഞാനിവിടെ പപ്പായ കൊണ്ടാണ് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു പപ്പായയുടെ 1/4 ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും എടുത്തിട്ടാണ് ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് എടുക്കാം കേട്ടോ, ഒരുപാട് വേണമെന്നുള്ളവർക്ക്. അപ്പോൾ ഞാൻ അത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കി അതിൻ്റെ തോലൊക്കെ പോക്കി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ സ്ക്വയർ രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഒരേപോലത്തെ ഷേപ്പൊക്കെ വേണ്ടിയവർക്ക് അതേപോലെ ഷേപ്പിൽ മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കാം കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ അത് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിക്കണം. ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഏകദേശം വേകുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെന്ത് പോയരുത്. ഈ ഒരു പാകാകുമ്പോൾ നമുക്ക് എടുക്കണം. അതിന് ശേഷം ഇങ്ങനെ അരിപ്പയിലോട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇത് അതിൽ വെള്ളമൊക്കെ ഒന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഞാനിവിടെ 1.5 കപ്പ് ഷുഗറാണ് എടുക്കുന്നത്. അതിലോട്ടൊരു 2 കപ്പിൽ 2.25 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. എത്രയാണോ ഷുഗർ എടുത്ത് അതിൻ്റെ ഇരട്ടി വേണമെന്നില്ല, ഒരു 1/4 ഭാഗം വെള്ളം വേണം. അപ്പോൾ നമുക്കിങ്ങനെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഒരുപാടങ്ങ് തിളപ്പിക്കണ്ട, കുറച്ചൊന്ന് തിളക്കുമ്പോൾ തന്നെ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് പപ്പായ ഇട്ട് കൊടുക്കാം. പപ്പായ ഇട്ടിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് അതിൽ നിന്നിങ്ങനെ തിളപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു പാകാകുമ്പം തന്നെ നമ്മൾ ഇതിൽ നിന്ന് കോരിയെടുക്കണം. ഒരുപാട് കുറുകാൻ പാടില്ല, അങ്ങനെയാകുമ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി ഫുൾ കട്ടയായി പോവും. അപ്പോൾ ഞാനതെല്ലാം എടുത്ത് ഇങ്ങനെ ഒരു ബൗളിൽ ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കളറാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ റെഡും ഗ്രീനുമാണ് കളർ എടുത്തിട്ടുള്ളത്. യെല്ലോ കളർ കയ്യിലുള്ളവർ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 കളറും ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇത് രാത്രിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രി ഞാനിങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ വെക്കുന്ന. ഇവിടെ ഉള്ളവർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ നാട്ടിലുള്ളവർക്ക് ഉപകാരപ്പെട്ടിട്ട് ഞാനിങ്ങനെ ഒരു ടിപ്പ് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എടുത്ത് നോക്കുമ്പോൾ നല്ലോണം കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂലോട്ട് മാറ്റണം. ഇതുപോലെ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചതിന് ശേഷം നമുക്ക് വെയിലത്ത് വെക്കണം. ഇതിങ്ങനെ പുറത്ത് വെച്ചിട്ട് ഞാൻ ഡോറങ്ങ് അടച്ച് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാവിലെ വെച്ചിട്ട് ഞാൻ വൈകുന്നേരമാണ് എടുത്തത്. അപ്പോൾ അത്രയും സമയം വേണ്ടി വരും ഇത് ഉണങ്ങി കിട്ടാൻ. ഇപ്പോൾ ഇതാ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വേഗം തന്നെ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ.